നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിൽ ഒരു MP ഉണ്ട്. അഭിമാനമാണ് ആ MP. ഒരേ ഒരു MP മാത്രമേ ഉള്ളൂ. ഒരൊറ്റ തവണയെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഒരേ ഒരു തവണ. ആ MP ചെയ്ത വീരകൃത്യം കേൾക്കണോ നിങ്ങൾക്ക്? MP എന്നാൽ ജനസേവകനാണല്ലോ. 5 വർഷത്തെ ജനസേവനം കഴിഞ്ഞ് വീണ്ടും ജനസേവനം നടത്താൻ അദ്ദേഹത്തിന് പൂതി പെരുത്തിട്ട് അദ്ദേഹം ജനസേവനത്തിനുള്ള നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വേണ്ടി പോയി. ജനസേവനത്തിനുള്ള നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഉറങ്ങി എഴുന്നേറ്റ് 9 മണി വരെ മൂക്കറ്റം ഫുഡ് കഴിച്ച് 9 മണി മുതൽ 2 മണിക്കൂറോളം ജലപാനമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി. ആ ഒരു MP-യെ ഒരു തവണ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതും നിയമസഭയിൽ മുണ്ടുപൊക്കിയതിന് ശേഷമാണ് ഈ ഉള്ളവരിൽ കാണാൻ ഭാഗ്യം ലഭിച്ചത്. അത് മറ്റാരുമല്ല, നമ്മുടെ ഉണ്ണിയേട്ടൻ രാജ്മോഹൻ ഉണ്ണിത്താൻ. നോമിനേഷനിൽ പോലും രാഷ്ട്രീയം, അതിൽ വരെ രാഷ്ട്രീയം. അതാണ്, നോമിനേഷനിൽ പോലും രാഷ്ട്രീയം. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി 7 മണിക്ക് തന്നെ എത്തിയെന്നാണ് പറയുന്നത്. CCTV-യിൽ ആ ദൃശ്യം വ്യക്തമായി കാണാമെന്നാണ് പറയുന്നത്. എങ്കിലും നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താന് 1-ാം നമ്പർ തന്നെ കിട്ടണം. 2-ാം നമ്പർ കിട്ടിയാൽ പോരാ. കാരണം 2-ാം നമ്പർ കിട്ടിയാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും 2-ാം നമ്പർ ആയി പോകുമോ എന്നൊരു പേടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താന്. നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് 1-ാം നമ്പർ കിട്ടിയാലും 2-ാം നമ്പർ കിട്ടിയാലും രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട്ടെ ജനങ്ങളോട് എങ്ങനെയാണോ പെരുമാറിയത് അതുപോലിരിക്കും 1-ാം നമ്പറുകാരനായി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇനിയും വരേണ്ടതുണ്ടോ? അതല്ല 2-ാം നമ്പറുകാരനായി തരം താഴ്ത്തണോ? ഇതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അതുകൊണ്ട് 7 മണിക്ക് വന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് 1-ാം നമ്പർ കിട്ടട്ടെ, കിട്ടാതിരിക്കട്ടെ. താങ്കൾ എന്തിനാണ് ഇത്ര വലിയ പ്രശ്നമുണ്ടാക്കിയത് എന്ന് മനസ്സിലാകുന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താനെ നോമിനേഷൻ കൊടുക്കുന്നതിൽ വരെ തടയാൻ ശ്രമിക്കുകയാണ്. അതുണ്ടായിട്ടില്ലല്ലോ രാജ്മോഹൻ ഉണ്ണിത്താൻ. താങ്കള് നോമിനേഷൻ കൊടുക്കണ്ട എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞോ? ഇല്ലല്ലോ. താങ്കൾക്ക് അതിനുള്ള അധികാരമില്ല. അതുകൊണ്ട് താങ്കൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാതെ തിരിച്ചു പോകണം എന്നാണോ ജില്ലാ കളക്ടർ പറഞ്ഞത്? അല്ലല്ലോ. പിന്നെ എന്തിനാണ് തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞത്? 9 മണി തൊട്ട് ജലപാനം കഴിക്കാതെ കളക്ടറെ ഓഫീസിന് മുമ്പിൽ ഒരു MP നിൽക്കുകയാണ് 1-ാം നമ്പർ കൂപ്പൺ കിട്ടാൻ. അയ്യോ പാവ. 9 മണി മുതൽ 10 മണി വരെ ജലപാനം പോലും ഇല്ലാതെ അതിനു മുമ്പ് കഴിച്ച ജലപാനം മാത്രമായി ഇങ്ങനെ നിൽക്കുകയാണ് 1-ാം നമ്പർ കിട്ടാൻ വേണ്ടി. എന്തൊരു ക്രൂരതയാണ് രാജ്മോഹൻ ഉണ്ണിത്താനോട് ആ കളക്ടർ ചെയ്തത്. അമ്പമ്പോ കേട്ടിട്ട് സഹിക്കണില്ല. ഒരാളെന്റെ മുമ്പിലുമില്ല, പുറകിലുമില്ല. നമ്പർ 1 ഒരു DYSP വന്ന് ഒത്തുതീർപ്പിന് DYSP പറയാ 2-ാമത്തെ കൂപ്പൺ തരാം, 1 കൊടുത്തുപോയെന്ന്. എത്ര രൂപയ്ക്കാ കൊടുത്തേ 1-ാമത്തെ കൂപ്പൺ? ആർക്കാ കൊടുത്തേ? ഭരിക്കുന്നവർക്കാണ് കൊടുക്കുന്നെങ്കിൽ പ്രതിപക്ഷം 2 മതി, ഞങ്ങൾക്ക് 2 മതി. ഏത് DYSP ആണാവോ ഒത്തുതീർപ്പിന് വന്നത്? വല്ലാത്തൊരു ചേലായിപ്പോയി. ഇങ്ങനെ ഒത്തുതീർപ്പിന് വന്നാൽ പിന്നെ ഒത്തുതീർപ്പിനല്ലാതെ മറ്റെന്തിനാണ് പോലീസുകാർക്ക് നേരമുണ്ടാവുക? ഇവരെ പോലെയുള്ളവരുമായി ഒത്തുതീർപ്പിന് വേണ്ടിയല്ല നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് പോലീസുകാർക്കായാലും അല്ലാത്തവർക്കായാലും ശമ്പളം തരുന്നത്. എന്തൊരു നാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനസേവകനെന്ന് സ്വയം അവകാശപ്പെടുന്നവർ, ജനസേവനത്തിനായി ഇറങ്ങിത്തിരിച്ചവർ, അതിനായി തെരഞ്ഞെടുക്കപ്പെട്ടവർ, ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ജനങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ആ പട്ടിണി മാറ്റാനുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ട രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ജനസേവനത്തിനിറങ്ങിയവർക്ക് ജനസേവനത്തിന് വേണ്ടി ജനങ്ങളുടെ പെർമിഷൻ കിട്ടാനുള്ള ആദ്യ പടിയായ നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടി 1 മണിക്കൂർ ജലപാനം കഴിക്കാതെ നിൽക്കാൻ സാധിക്കുകയില്ല എങ്കിൽ ഇവരിൽ നിന്ന് നാം എന്ത് ജനസേവനമാണ് പ്രതീക്ഷിക്കേണ്ടത്?
അത് ഇടതുപക്ഷ ജനസേവകരായാലും വലതുപക്ഷ ജനസേവകരായാലും ഇവരെ പോലെയുള്ളവരെ ജയിപ്പിക്കാൻ വേണ്ടി, ഇവരെ പോലെയുള്ളവർക്ക് ജയ് വിളിക്കാൻ വേണ്ടി, ഇവരെ പോലെയുള്ളവരുടെ പോസ്റ്റർ ഇട്ടിക്കാൻ വേണ്ടി പട്ടിണി പാവങ്ങളായ വീട്ടിൽ ജലപാനത്തിനുള്ള വക പോലുമില്ലാതെ വിഷമിക്കുന്നവരാണ് നമ്മൾ ജനസേവനത്തിന് വേണ്ടി നിർബന്ധിപ്പിച്ചു കൊണ്ടുവന്ന് ബുദ്ധിമുട്ടണോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മെ പോലെയുള്ള ഓരോ വോട്ടർമാരുമാണ്.